ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു +2 പഠിച്ചു തുടങ്ങാമെന്ന്. ഞാൻ ഏപ്രിൽ തൊട്ട് വിചാരിക്കുകയാണ് +2 പഠിച്ചു തുടങ്ങാമെന്ന്. ബട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ യൂഷ്വലി കാണാറുള്ളത് സൈലത്തിൻ്റെ ക്ലാസ്സസാണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സസ് തുടങ്ങി. അപ്പം ഇന്ന് മുതൽ +2 ക്ലാസ്സസ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൺസിസ്റ്റൻ്റായിട്ട് പോകുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അല്ല, മാട്രിക്സ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തതെന്ന് തോന്നുന്നു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വിത്ത് വീഡിയോ ആണ്. അപ്പം ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നലെയാണ് ക്ലാസ് കഴിഞ്ഞത്. ആൻഡ് സോ നമുക്ക് ഇന്നലത്തെ മാത്സ് ക്ലാസ് എടുക്കാം. ഫിസിക്സൊക്കെ എനിക്ക് കാണാനുണ്ട്, എന്നാലും നമുക്ക് മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഷാഹിദ് സാറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. അഷ്ടമി മിസ്സും അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മാത്തമാറ്റിക്സ് ഫസ്റ്റ് ലൈവാണ്. ആദ്യത്തെ ലൈവാണ്. +2 എന്ന് പറയുന്ന കാലഘട്ടത്തില് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് +1ലേക്ക് കൂടുതൽ പഠിക്കാനുള്ളത് +2 ആണ്. പക്ഷെ പഠിക്കുന്ന നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് +2ലാണ്. അതാണ് അതിനൊരു റീസൺ എന്താന്ന് വെച്ചാല് +1ലേക്ക് അവർ വരുമ്പോൾ സയൻസ് എന്താണെന്ന് അറിയാതെ ആൾക്കാരാണ്. ഇപ്പൊ അവർ സയൻസ് എന്താ നന്നായിട്ട് അറിഞ്ഞു. അപ്പൊ ഇവർക്ക് എല്ലാ മുൻകരുതലും അവർക്കുണ്ട്. അപ്പൊ ഇനി അവർക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും +2 കുറച്ചുകൂടെ. അപ്പൊ എളുപ്പമല്ല, പക്ഷെ ഇവർ പഠിക്കും. അതെ, അത് എളുപ്പം മീൻസ് അവർ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് ട്രാക്കിലേക്ക് പഠിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. അത് എന്നൊക്കെ പറഞ്ഞാൽ മോശം മറ്റൊരു കാര്യമാണ്. അങ്ങനെ പിന്നെ അവർക്ക് ഈ ഒരു ആളുകളാണ്. അതുകൊണ്ട് നമ്മള് ഉള്ള കാലം മൊത്തം തോറ്റിട്ടല്ല മാർക്കുകൾ എളുപ്പമാക്കാണ് സൂപ്പർ ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങളിപ്പോ എവിടെ പോവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളുകളിലും ആദ്യം തുടങ്ങുന്ന ചാപ്റ്റർ മിക്കവാറും മെട്രിസസ് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോറി, ഇറ്റ് വാസ് മാട്രിക്സസ്. ഞാൻ മുമ്പേ മാട്രിക്സ് എന്നാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, ഒരു പേന, 1 പേന. അതിന് 10 രൂപയാണില്ല. ഇത് എങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതും? എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്, അതിന് 10 രൂപയാണ് ഇടാന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിൽ അത് എഴുതാൻ പറ്റും. മാത്തമാറ്റിക്കൽ വേണമെങ്കിൽ ഒരു പേനന് 10 രൂപ എന്ന് പറയുന്നത് വേർഡ്സ് ആയിട്ട് എഴുതാം. ഇനി അല്ലെങ്കിൽ 1 pen = 10 rupees എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇതേ പ്രോബ്ലം നമ്മൾ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇവിടെ പെൻ, ഇവിടെ റുപ്പീസ് എന്നിട്ട് ഇതുപോലെ കോളം ആക്കിയിട്ട് എഴുതാം. അപ്പം ഇനി വേണമെങ്കിൽ നോട്ട്ബുക്ക് എടുക്കാം, ഇതുപോലെ നോട്ട്ബുക്ക് എടുക്കാം, പേന മാറ്റി നോട്ട്ബുക്ക്. അങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് പല തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു സെന്റൻസിനെ തന്നെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ മാത്രം റെപ്രസെന്റ് ചെയ്യും. എന്താണ് പറഞ്ഞത്? രാവിലെ കയ്യിൽ 15 നോട്ട്ബുക്കുകൾ ഉണ്ട് ഒരു ടോപ്പിക് നമ്മൾ 15 മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇത് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് നമ്മൾ ഇൻസൈഡ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് നോട്ട്ബുക്ക് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം, നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള നമ്പറാണ് നമ്പർ ഓഫ് നോട്ട്ബുക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. Now if we have to express that Rana has 15 notebooks and 6 pen. Rana 15 notebook കൊണ്ട് ആള് പേന കൊണ്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അത് ഇതേ ബ്രാക്കറ്റിൽ അത് ചിലപ്പോൾ സ്പേസ് ഉണ്ട്. ഇത് നോട്ട്ബുക്ക് ആണ്, ഇത് പേനയാണ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യത്തെ നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ കാണുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ കുറച്ചും കൂടി വൈകാക്കാണല്ലോ. രാവിലെ വളരെ ആളുകൾ നമ്മൾ ഇതിലേക്ക് വരികയാണല്ലോ. ഫസ്റ്റ് നമ്പർ ഇൻസൈഡ് നമ്പർ ഓഫ് നോട്ട്ബുക്ക്, സെക്കൻഡ് നമ്പർ ഇൻസൈഡ് നമ്പർ ഓഫ് പെൻസ് ആണ്. ഇതേ ടോപ്പിക് ഞാൻ മറ്റു രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എക്സ്പ്രസ് ചെയ്യാൻ പോകാം. സെയിം സംഭവം നന്നായി ശരിക്കും നമ്മുടെ സിമ്പിൾ ആണ്. നമുക്കറിയാം ക്ലാസ്സിൽ എഴുതുന്ന ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ആപ്പിൽ എഴുതുന്ന ക്ലാസ്സിലൊക്കെ തന്നെ കോൺസെപ്റ്റ് പോകാം. പബ്ലിക് ലൈബ്രറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്
പറയാനുള്ളത് നിങ്ങൾ മാക്സിമം അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് നിങ്ങൾ പറയാനുള്ള റീസണും അത് തന്നെയാണ്. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് കോൺഫിഡൻസ് മനസ്സിലാക്കും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് നേരിട്ട് പ്രധാന വെല്ലുവിളി നിങ്ങളുടെ എക്സാമിനേക്കാൾ കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട സീനിയേഴ്സിന്റെ എക്സാമിക്സ് അല്ല. പിന്നെ കെമിസ്ട്രി മലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്ലസ് ടു ആണ്. ആ ചാപ്റ്ററായിട്ടുള്ള മെട്രിക്സ് മൂന്നാം ചാപ്റ്ററായിട്ടുള്ള മെട്രിക്സ് എന്ന ചാപ്റ്റർ ഓക്കെ ആണല്ലോ. സോ അവിടെ ഉപദേശം കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 ആളുകൾ പഠിക്കുന്നത് രാധയുണ്ട്, ഫൗസിയുണ്ട്, സിംബാണ്. ഓക്കെ, രാധ, ഫൗസിയ, സിംബ എന്താ പറയാ നമ്മൾ കാണില്ലേ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഈശോ ഉണ്ടാവും, ഒരു കഴിവുള്ള ചിത്രം ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു പിടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാ സ്ഥലത്തും അതേപോലെ വളരെ വേറെ ഉണ്ടാകും. രാധ, ഫൗസിയ, സിംബ ഈ 3 ആളുകൾക്കും എന്നിട്ട് ഒരു രാധക്ക് 15 നോട്ട്ബുക്ക്, ഫൗസിക്ക് 10, സിംബാന് 13 നോട്ട്ബുക്കുകളുണ്ട്. അതിൽ 6 പേനകളുണ്ട്, 2 പേനകളുണ്ട്, 5 പേനകളുണ്ട്. ഇത് എങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ റെപ്രസെന്റ് ചെയ്യും? ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? നമ്മൾ തൊട്ടുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്ത നോക്കാം. 15 നോട്ട്ബുക്ക് 6 പേന, 15 6. അപ്പോൾ നമ്മൾ ഗ്രേ ടോപ്പിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു റെക്ടാംഗുലർ ഷേപ്പ്. അതേപോലെ കുറച്ച് വലുതാക്കി ചെയ്താൽ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നോക്കുക. 15 രാത്രി 15 നോട്ട്ബുക്കുകൾ, 10 നോട്ട്ബുക്കുകൾ, 13 അതേപോലെ എത്ര പേനകളുണ്ട്? 6 പേനകൾ, 2 പേനകൾ, 5 പേനകൾ. ഇവിടെ പെന്നുകളാണ്, ഇവിടെ നോട്ട്ബുക്കാണ്, ഇവിടെ ഒരു പേരാണ് രാധ, ഫൗസിയ, സിംബ. അപ്പോൾ നമുക്ക് അതിന് അതേ കാര്യം അതേ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ രീതി റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണെന്ന് തിരിച്ചു അതായത് എല്ലാവരുടെയും ഡാറ്റാസ് നമ്മൾ ഒറ്റ ബോക്സിൽ ഒരു റെക്ടാംഗുലർ അറേയിലേക്ക് നമ്മൾ ചെയ്യും കൊണ്ടുപോകും. റെക്ടാംഗുലർ അറേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഓക്കെ ആണോ? ഞാൻ ഇത് ക്ലിയർ ആക്കിയാൽ ക്ലിയർ ആണ്. ഇവിടെയാണ് നമ്മുടെ ചാപ്റ്റർ കിടക്കാൻ പോകുന്നത്. എല്ലാം ശ്രദ്ധിച്ചോളൂ. ഇവിടെ രാവിലെ നോട്ട്ബുക്കുകൾ വെച്ചുകൊണ്ടില്ല. രാവിലെ നോട്ട്ബുക്ക് ഇതിന് ഫസ്റ്റ് റോ ആയിട്ടാണ് കാണിച്ചത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് മാറി പോകുന്ന കാര്യം അത് നന്നായി ശ്രദ്ധിക്കാം. നമ്മൾ നോട്ട്ബുക്കിൽ ഓരോ ഇതിൽ അതിനാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന നോട്ട്ബുക്കുകളുടെ ലിസ്റ്റ് നമ്മൾ കോളം എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ചോദിക്കട്ടെ ഇവിടെ എത്ര റോകളുണ്ട്, എത്ര കോളംസ് ഉണ്ട്? പറയാം. എത്ര റോകളുണ്ട്, എത്ര കോളംസ് ഉണ്ട്? എത്ര റോകൾ, എത്ര കോളംസ്? 3 rows and 2 എത്ര columns. റോകൾ, എത്ര കോളംസ്? There are 3 rows and 2 columns. There are 3 rows and 2 columns. 3 rows and 2 columns. നോക്കുന്നില്ല, 3 റോകളുണ്ട്, 2 കോളംസ് ഉണ്ട്. സോ ഇനി നമുക്ക് ചാപ്റ്റർ ഡെഫിനിഷനിലേക്ക് കിടക്കാം. ഡെഫിനിഷനിലേക്ക് കിടക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ ചാപ്റ്റർ ഡെഫിനിഷനിലേക്ക് കിടക്കാൻ ഇത് അതിനുള്ള ഇതേ ഇൻഫർമേഷൻ, സെയിം ഇൻഫർമേഷൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ അതേ ഇൻഫർമേഷൻ എനിക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ കൊണ്ടുവരാം. അതായത് റോയിൽ നമ്മൾ നോട്ട്ബുക്കും അതേപോലെ പേരും കൊടുക്കും, കോളത്തിൽ നമ്മൾ ഓരോരുത്തരും പേര് കൊടുക്കും. അപ്പൊ ഈ സെയിം ഇൻഫർമേഷൻ നമ്മൾ മറ്റേ രീതിയിൽ കാണുന്നത്. ഇവിടെ എത്ര റോകളുണ്ട്, എത്ര കോളംസ് ഉണ്ട്? സെയിം ഇൻഫർമേഷൻ നമുക്ക് അതേ ഇൻഫർമേഷൻ മറ്റേ രീതിയിൽ റെപ്രസെന്റ് കാണുന്നത്. ഇവിടെ എത്ര റോകളുണ്ട്, എത്ര കോളംസ് ഉണ്ട്? ഇവിടെ 1 2 റോ, 2 rows and 3 columns. and 3 കോളംസ്. അപ്പോൾ നേരത്തെ 3 2 കോളംസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു 2 3 കോളംസ്. ഓക്കെ ആണ്. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാം ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പഠിക്കുന്ന ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. A matrix is an ordered rectangular array of numbers or functions. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഡർഡ് റെക്ടാംഗുലർ അറേ, ഒരു റെക്ടാംഗിൾ ഷേപ്പുള്ള അറേ ആണ്, അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ്. ഒരു റെക്ടാംഗിൾ ഷേപ്പുള്ള റെക്ടാംഗിൾ ഷേപ്പ് ഇതാണ് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് റെക്ടാംഗിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള നമ്പേഴ്സിന്റെയോ ഇല്ലെങ്കിൽ ലെറ്റേഴ്സ് ആണെങ്കിൽ ABCD ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ താല്പര്യം ഓക്കെ ആണ്. ഇങ്ങനെ അങ്ങനെ ചോദിക്കട്ടെ, A5 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? A5 വരെ അതേതാണല്ലോ. A4 ഏതാ? A40 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നാലാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഏതാണ്? നാലാമത്തെ റോയിൽ നമുക്ക് രണ്ടാമത്തെ കോളത്തിലാണ്. നാലാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിലാണ്. A42 നാലാമത്തെ റോയിൽ നമ്മൾ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള ആൾക്കാരുണ്ട്. അതിൽ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, രണ്ടാമത്തെ രണ്ടാം, പിന്നെ അത് കൺഫ്യൂൺ. ഇത് പഠിച്ചതിനെ പഠിച്ചു പഠിച്ചു. ഓക്കെ ക്ലിയർ ആണ്. അപ്പോൾ A40 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 0. ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാം ശ്രദ്ധിച്ചോളാം. ഞാൻ പറയാൻ പോകുന്ന എല്ലാം ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമ്മൾ നേരത്തെ ഇതിന് മെട്രിക്സ് ഉണ്ട്. അപ്പൊ ഇതിന് മൊത്തത്തിൽ അഡ്രസ് പറയാൻ പാടില്ല. ഇതിന് മൊത്തത്തിൽ ഏത് തരത്തിലുള്ള മെട്രിക്സ് ആണ് പറയാൻ പാടില്ല. എല്ലാം ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മൾ പറയുന്നത് ഇത് ആകെ എത്ര റോകൾ ഉണ്ട് നോക്കാം. 1 2 3 എത്ര കോളംസ് ഉണ്ട്? 1 2. സോ ഇത് നമ്മൾ വിളിക്കുന്നത് 3 ഒരു 2. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 3 റോ 2 കോളം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് 3 റോ 2 കോളം. ആദ്യം വരുന്നത് റോ ആണ്, രണ്ടാമത് വരുന്നത് കോളമാണ്. സോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3 റോ 2 കോളം എന്നാണ്. എന്നാൽ റീഡ് ചെയ്യുന്നത് എല്ലാം ശ്രദ്ധിച്ചോളൂ. ഇത് നമ്മൾ വായിക്കുന്നത് 3/2 എന്നാണ്. അതിനർത്ഥം ഈ കാണുന്ന മെട്രിക്സ് 3/2 മെട്രിക്സ് ആണെന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ ഇത് 3/2 മെട്രിക്സ് ആണ്. 3 × 2 6 എഴുതിയത്. ഇതിന്റെ മീനിങ് എന്താണ്? 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഇതിനാണ് റീഡ് ചെയ്യുന്നത് 3/2 എന്നാണ്. ഇത് ഏത് മെട്രിക്സ് ആണ്? ഇത് 3/2 മെട്രിക്സ് ആണ്. ഇത് 3/2 എങ്ങനെ 3/2 ഇത് എത്ര റോ ഉണ്ട് നോക്കാം. അതാണ് ആദ്യം 3 റോ, എത്ര കോളം 2 കോളം. സോ ഇത് 3/2 മെട്രിക്സ് ആണ്. എങ്കിൽ ഈ കാണുന്നത് ഏത് മെട്രിക്സ് ആണ് ചെയ്യാൻ പറ്റുമോ? ഈ കാണുന്ന ഏത് മെട്രിക്സ് ആണ്? ഇത് അഡ്രസ് പറയാൻ പറ്റും. ഈ കാണുന്നത് ഏത് തരത്തിലുള്ള മെട്രിക്സ് ആണ്? പിന്നെ 2/3 matrix. ഓർഡർ എന്നാണ് കേട്ടോ. ഇതിനെ വിളിക്കുന്നത് ഓർഡർ എന്നാണ്. ഞാൻ പറയുന്നത് ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഈസ് 3/2. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? ദാറ്റ് ഈസ് 3/2. അപ്പോൾ ഇതിനെ വിളിക്കുന്നത് ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്നാണ്. നോട്ട് ചെയ്യാൻ തരാം, ചോദ്യങ്ങൾക്ക് തരാം, നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി പെടാം. ഓർഡർ ഓഫ് ദി മെട്രിക്സ്, ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഈ കാണുന്ന മെട്രിക്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ 3 റോ 2 കോളം. ദാറ്റ് ഈസ് 3/2 ആണെങ്കിൽ ഓർഡർ. ഇനി ഈ കാണുന്ന മെട്രിക്സ് ഓർഡർ ഇത് പഠിച്ച് ചോദിക്കുന്നത് ഒരു മാർക്ക്.
ഒരു റോ, രണ്ട് റോ, രണ്ട് റോ, എത്ര കോളം? 3 കോളം. സോ ഇത് 2 by 3 മെട്രിക്സ് ആണ്. ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഇസ് 2 by 3. ഈ കാണുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2 by 3 ആണ്. സെറ്റ് ആണെങ്കിൽ സെറ്റിമസ് ആണ്. സെറ്റ് ആണെങ്കിൽ സെറ്റിമസ് ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ക്വസ്റ്റ്യൻ ആരെങ്കിലും ആൻസർ ചെയ്യുന്നത് NCERT ഉള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന മെട്രിക്സിൽ ഇത് ക്ലാസ് വർക്ക് ആണ്. ഈ ക്ലാസ് വർക്ക് ആയിട്ട് തരും. ഈ കാണുന്ന മെട്രിക്സ് ഒന്നാമത്തെ ചോദ്യം, ഈ കാണുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? വാട്ട് ഇസ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? സിമ്പിൾ ആദ്യത്തെ ചോദ്യം ചെയ്യാൻ പറ്റും. 3 by 4. നല്ല വെയിറ്റേജ് ഉള്ള മാർക്ക് ചാപ്റ്റർ ആണ് കേട്ടോ. 6 7 മാർക്ക് ഈ ചാപ്റ്റർ മാർക്കായിട്ട് പോയി. ഈ കാണുന്ന മെട്രിക്സ് കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എത്ര റോകളുണ്ട്, എത്ര വരികളുണ്ട്? 1 2 3 വരികളുണ്ട്. സോ 3 വരികൾ, എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ്. സോ ദിസ് ഈസ് 3 by 4. ഈ കാണുന്ന ഉത്തരം കിട്ടിയ ആളുകൾ മാത്രം കണ്ണടച്ച് സ്മൈൽ ചെയ്യട്ടെ. ഈ കാണുന്ന ചോദ്യം ഉത്തരം കിട്ടിയ ആളുകൾ കട്ടാക്കാതെ മാത്രം കണ്ണടച്ച് സ്മൈൽ ചെയ്യട്ടെ. അടുത്ത ചോദ്യം, ഈ കാണുന്ന മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട് ടോട്ടൽ? അങ്ങനെ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ മെട്രിക്സിനകത്ത് ഓരോന്നിനും നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് എന്ന്. ഓരോന്നിനും 2 എന്ന് പറയുന്നത് എലമെന്റ് ആണ്. എലമെന്റ് A11 എലമെന്റ് ആണ്. 5 എന്ന് പറയുന്നത് A12 എലമെന്റ് ആണ്. 19 എന്ന് പറയുന്നത് A13 എലമെന്റ് ആണ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ എലമെന്റ് ആണ് വിളിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് 3 4 12 ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ എലമെന്റ്സ് കിട്ടും. എത്ര എലമെന്റ് ടോട്ടൽ? 12. സിമ്പിൾ. ഓക്കെ, നിങ്ങൾ ഓർഡർ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എലമെന്റ്സ്. അടുത്ത ചോദ്യം, ഇത് അടിച്ച് ശരിയാണ്. 5 മാർക്കിന് എക്സാം നടത്താൻ പാടില്ല. ഇപ്പം 5 മാർക്ക് ആക്കി കിട്ടും. നോക്കട്ടെ, അങ്ങനെ ഫുൾ ഔട്ട് ഓഫ് ഫുൾ വാങ്ങി കൊടുത്ത് തുടങ്ങാൻ പറ്റും നോക്കാം. അല്ലേ, +2 മാത്തമാറ്റിക്സ് നമുക്ക് ഫുൾ പഠിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റും നോക്കാം. പക്ഷേ ആദ്യം ചോദ്യം A13 എത്ര? A13 എന്ന് പറയുന്നത് A13 എന്ന് പറയുന്നത് A13 എത്ര? A13 എന്ന് പറയുന്നത് കൃത്യമായി കാണാൻ പറ്റും. ഫസ്റ്റ് റോ തേർഡ് കോളം, ദാറ്റ് ഈസ് A13, ദാറ്റ് ഈസ് 19. അത് A21 എത്ര? A21 എത്ര? 35. A21 സെക്കൻഡ് റോ ഫസ്റ്റ് is called a matrix of order m by n. ഒരു മെട്രിക്സിൽ n റോകൾ ഉണ്ട്, n കോളംസ് ഉണ്ട്. നമ്മൾ നേരത്തെ ജനറൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? m റോസ് n കോളംസ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ജനറൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? m റോ, അതായത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ ഫോർത്ത് റോ ലാസ്റ്റ് പോകുമ്പോൾ ജനറൽ ആയിട്ട് പറയുന്നത് m റോസ്. ആൻഡ് കോളംസ് ആണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, എക്സെട്രാ, ജേത്ത് കോളം ആൻഡ് nth കോളം. സോ ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് ഇവിടെ m റോസ് ഉണ്ട്. നമ്പർ ഓഫ് റോസ് m ആണ്, നമ്പർ ഓഫ് കോളംസ് n ആണ്. സോ ഇത് നമ്മൾ m by n മെട്രിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. m by n. സോ ജനറൽ ആയിട്ട് നമ്മൾ മെട്രിക്സിന്റെ ഓർഡർ നമ്മൾ m by n എന്നാണ് പറയുന്നത്. സോ a matrix having m rows and n columns is called a matrix of order m by n. m by n. The number of elements in m by n matrix is equal to m into n. Okay, ശരിയല്ലേ? അതേ കാര്യം തന്നെ ഇതിനുള്ളിൽ ഐയും ചെയ്യൊക്കെ കാണാവുന്ന 1 2 3 എക്സെട്രാ അപ് ടു m വരെ കൊടുക്കാം. ഐയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം, m വരെ കൊടുക്കാം. കാരണം m റോസ് ആണുള്ളത്. ആൻഡ് j ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 1 2 3 എക്സെട്രാ n വരെ കൊടുക്കാം. അപ്പോൾ നമ്മൾ റോക്ക് കൊടുക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് m ഉം j കോളത്തിൽ കൊടുക്കുന്നത് n ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കും. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യം പോലെ 100% വരുന്ന 2 മാർക്കിന്റെ ചോദ്യം ഞങ്ങൾ കാണിക്കാൻ പാടുന്നത്. ഇവിടെ നമുക്ക് ഇത് പബ്ലിക് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതൽ അവസരമാണ്. 2 മാർക്കിന് ഈ ടോപ്പിക്കിൽ ചോദ്യം നിങ്ങൾക്ക് എഴുതി വെച്ചു. 2 മാർക്ക് ചാൻസ് ഇപ്പോൾ പറയും. 2 മാർക്കിന് നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിന്റെ ചോദ്യം പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ അത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു മെട്രിക്സിനെ നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സ് എടുക്കുന്നത്. ക്യാപ്സ് ലോക്ക് ആണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു മെട്രിക്സ് നമുക്ക് ഇങ്ങനെ മെട്രിക്സ് ചെയ്യാം. A = B = C = എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെട്രിക്സ് ചെയ്യാം. ക്യാപ്സ് ലോക്ക് വെച്ചുകൊണ്ട്. ഓക്കെ, ഒരു മെട്രിക്സിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എലമെന്റിനെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വിളിക്കാം. A B C D. മെട്രിക്സിന്റെ അകത്ത് എന്ന എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് കാണാൻ പറ്റും. ആ മെട്രിക്സ് ആണ് A ആണ്. സോ A എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 2 by 2 മെട്രിക്സ്. ഒരു 2 by 2 മെട്രിക്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമുക്കറിയാം ഒരു 2 by 2 മെട്രിക്സ് എന്ന ഈ ഫോർമാറ്റിൽ ഉണ്ടാവും. എത്ര എലമെന്റ് ഉണ്ടാവും 2 by 2 മെട്രിക്സിൽ? പറയാൻ പറ്റും. ഒരു 2 by 2 മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടാവും? ഒരു 2 by 2 മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടാവും? ഒരു 2 by 2 മെട്രിക്സിൽ എത്ര എലമെന്റ് ഉണ്ടാവും? നമുക്ക് 2 by 2 മെട്രിക്സിൽ 4 എലമെന്റ് ഉണ്ടാവും. അല്ലേ? ഒന്നാമത്തെ എലമെന്റ് ഞാൻ A11 എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ എലമെന്റ് ഞാൻ A12 എന്ന് വിളിക്കുന്നു. ഈ A13 കാണാൻ പറ്റുമോ? ഇല്ല. 2 by 2 മെട്രിക്സ് ആയതുകൊണ്ട് 2 റോകളും 2 കോളംസ് ആണ്. സോ അത്ര A21 ആണ്, അത്ര A22 ആണ്. അങ്ങനെ 4 എലമെന്റുകളായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചോദ്യം കിട്ടിയാൽ ഏതാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മെട്രിക്സ് അത് ഇവിടെ എഴുതിയേക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണെങ്കിൽ കാര്യം ഒരു ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങൾ ചെയ്യാം. ഇത് ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ചിലപ്പോൾ 2 by 3 ആയിരിക്കും, ചിലപ്പോൾ 2 by 3 ആയിരിക്കും, ചിലപ്പോൾ 3 by 3 ആയിരിക്കും. 3 by 3 മുകളിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. മാക്സിമം 3 by 3 ചോദിക്കും. ചിലപ്പോൾ 3 by 1 ആയിരിക്കും. അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. മാക്സിമം 3 by 3 ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദ്യം ആദ്യം നിങ്ങൾ ചെയ്യാം A എന്ന് പറഞ്ഞ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ്. നമ്മൾ തന്നു A എന്ന് പറഞ്ഞ മെട്രിക്സ് ഏത് ഫോർമാറ്റിലാണ്? അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാടുണ്ടായിരുന്നു, എനിക്ക് ഉറക്കമൊക്കെ ഒന്നും ലൈക്ക് ബിക്കോസ് നമ്മൾ ഒരുപാട് നാളായല്ലോ പഠിച്ചിട്ട്. സോ ആൻഡ് ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ സജഷൻ എന്ത് വേണം എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.